ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെയ് 1, എല്ലാവർക്കും മെയ് ദിനാശംസകൾ ആദ്യമായി അർപ്പിക്കുകയാണ്. ഇന്ന് മെയ് ദിനമായിട്ട് ഒരു മലയാള സിനിമ തിയേറ്ററിലെത്തിയിട്ടുണ്ട്. നിവിൻ പോളി നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയാണ് ഇന്ന് തിയേറ്ററിലെത്തിയിട്ടുള്ളത്. ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ, ഷൈം ടോം ചാക്കോ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് 2 മണിക്കൂർ 38 മിനിറ്റാണ് ദൈർഘ്യം. ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ സംബന്ധമായി ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 1,10,00,000 രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത്. സമീപകാലത്ത് തിയേറ്ററിലെത്തിയ നിവിൻ പോളി സിനിമകളിൽ അത്യാവശ്യം മികച്ച പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ. സിനിമാ സംബന്ധമായ ഏറ്റവും പുതിയ പ്രേക്ഷകാഭിപ്രായം പുറത്തുവരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും ആ അഭിപ്രായം അറിയാൻ നമുക്ക് കാത്തിരിക്കാം. അതേസമയം നിലവിൽ മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി മുന്നേറുന്നത് ആവേശം എന്ന ഫഹദ് ഫാസിൽ സിനിമ തന്നെയാണ്. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ 11 തിയേറ്ററിലെത്തിയ ഈ സിനിമ 20-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയും 1.5 കോടിക്ക് മുകളിൽ കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത്. നിലവിൽ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 62 കോടിക്ക് മുകളിൽ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 131.5, 132 കോടി റേഞ്ചിലുമാണ്. എന്നാൽ ദിലീപ് നായകനായി നടൻ വിനീത് കുമാർ സംവിധാനം ചെയ്ത് ഏപ്രിൽ 26 തിയേറ്ററിലെത്തിയ പവി കെയർ ടേക്കർ എന്ന സിനിമ 5-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കളക്ട് ചെയ്തത് 50 ലക്ഷത്തോളം രൂപയായിരുന്നു. ഈ ചിത്രം ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ കേരള ഗ്രോസ് കളക്ഷനായി 4,60,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 6.5-7 കോടി റേഞ്ചിലുമാണ്. പുതിയ സിനിമകൾ തിയേറ്ററിലെത്തുന്നതോടെ ഈ ചിത്രത്തിന്റെ ഗതി എന്താകും എന്ന് ഇനി കാത്തിരുന്ന് അറിയേണ്ടത് തന്നെയാണ്. സിനിമാ രംഗത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ടർബോ എന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെതാണ്. ടർബോ മോഡ് ആക്ടിവേറ്റഡ് എന്ന ടാഗ് ലൈനോടെ ഇന്നലെ പ്രസിദ്ധീകരിച്ച പോസ്റ്ററിൽ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് മെയ് 23-നാണ്. നേരത്തെ ജൂൺ 13-നായിരുന്നു ഈ ചിത്രം റിലീസ് ചെയ്യപ്പെടും എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. ഈ ആഴ്ചയിലെ മറ്റൊരു പ്രധാനപ്പെട്ട റിലീസിംഗ് ടോവിനോ തോമസിന്റെ നടികർ തിലകമാണ്. മെയ് 3 വെള്ളിയാഴ്ച ലോകമെമ്പാടുമായി തിയേറ്ററിലെത്തുന്ന ഈ സിനിമയുടെ ആഗോള ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, അല്ലു അർജുൻ നായകനാകുന്ന പുഷ്പ 2-വിന്റെ ഫസ്റ്റ് സിംഗിൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് റിലീസ് ചെയ്യപ്പെടുകയാണ്. തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം, തമിഴ്, ബംഗാളി എന്നിങ്ങനെ 6 ഭാഷകളിലാണ് ഫസ്റ്റ് സിംഗിൾ റിലീസ് ചെയ്യപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സിനിമാ വിശേഷം എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള 20 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളെ ആവശ്യമുണ്ട് എന്ന പരസ്യമാണ്. ടോവിനോ തോമസ് നിർമ്മിച്ച് ബേസിൽ ജോസഫ് നായകനാകുന്ന ഒരു മരണമാസ് എന്ന സിനിമയിലേക്കാണ് നായികയെ ആവശ്യമുണ്ട് എന്ന പരസ്യം വന്നിട്ടുള്ളത്. ഒരു മരണമാസ് കാസ്റ്റിംഗ് @gmail.com എന്ന വിലാസത്തിലാണ് ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇന്നത്തെ സിനിമാ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.